ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ അൻഷദ് ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. സോ എക്സാമിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട ചാപ്റ്ററായ തെർമോഡൈനാമിക്സ് അതുപോലെ തന്നെ ഇക്വിലിബ്രിയത്തിലെ ഏതാനും ചില ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. സോ ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകളുണ്ടായിരിക്കാം, എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടായിരിക്കാം, എന്ത് ചെയ്യുമെന്ന് കൺഫ്യൂഷൻ അടിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. സോ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും ശ്രദ്ധിക്കണേ, നെഗറ്റീവ് തോട്ടെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. ഇനി പഠിച്ചാലും നമുക്ക് സമയമുണ്ട്, ഉച്ചയ്ക്കാണ് എക്സാം ഉള്ളത്. കൃത്യമായിട്ട് നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകണം. സോ തെർമോഡൈനാമിക്സിൽ ഒന്നും പഠിക്കാത്ത കുട്ടി മിനിമം പഠിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, നെക്സ്റ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സെക്കൻഡ് ലോ ഞാൻ പറയട്ടോ എന്താന്നുള്ളത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനാണ്. സോ ഫസ്റ്റ് ലോ പറഞ്ഞു വെക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. 1-2 മാർക്കിന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ആ സെന്റൻസ് മാത്രം എഴുതിയാലും അവിടെ മാർക്ക് കിട്ടും. പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റന്റ് എന്ന് എഴുതി വെക്കണം. ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇവിടെ ഓരോ ടേമും എന്താണെന്ന് കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്, ക്യൂ എന്നുള്ളത് ഹീറ്റ് ആണ്, ഡബ്ല്യു അവിടെ വർക്കാണ്. ഓക്കെ, ക്ലിയർ. സോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് മിനിമം നിങ്ങൾ പഠിക്കേണ്ടത് ഈ കോൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ. സോ എന്താണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ? ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് നിങ്ങൾ കാണുന്ന കോൺസെപ്റ്റ് ആണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. എടാ, ഒരു മല മുകളിൽ നിന്ന് ഒരു കല്ലുരുട്ടി താഴേക്ക് ഇടുന്നു. നമ്മൾ സ്റ്റെപ്പ് മുകളിലേക്ക് കഷ്ടപ്പെട്ട് കയറി പോയി താഴേക്ക് ചാടുന്നു, മഴ പെയ്യുന്നു, വെള്ളച്ചാട്ടം. അപ്പോൾ ഒരാളുടെയും സഹായമില്ലാതെ സ്വയം നടക്കുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സോ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് വിത്തൗട്ട് ദ എനർജി ആൻഡ് എഫക്റ്റ് ഓഫ് അല്ലെങ്കിൽ വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് എക്സ്റ്റേണൽ ഏജൻസി. പുറമേ നിന്നുള്ള ഒരാളുടെ സഹായമില്ലാതെ സ്വയമേവ നടക്കുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. എടാ, ഞാൻ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറി ഒരു 10 നില മുകളിലേക്ക് എത്തി, ഞാൻ എടുത്ത് താഴേക്ക് അങ്ങ് ചാടി. എടാ, ഇവിടെ എന്തെങ്കിലും ഒരാളെന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഗ്രാവിറ്റി അനുസരിച്ച് അങ്ങ് താഴേക്ക് വരൂലേ? അപ്പൊ ആരുടെയും സഹായമില്ലാതെ സ്വയം നടക്കുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാനുള്ള കണ്ടീഷൻ എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കിയാലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. എടാ, സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം. ഗിബ്സ് എനർജിയാണ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ അത് <0 ആവണം. എടാ, എൻട്രോപ്പി അവിടെ പോസിറ്റീവ് ആവണം. എൻട്രോപ്പി പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, പെട്ടെന്ന് ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ച സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരാളുടെ എൻട്രോപ്പി പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. സെക്കൻഡ് ലോ പഠിക്കാൻ പ്രയാസമുണ്ടോ? എൻട്രോപ്പി പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. എൻട്രോപ്പി പോസിറ്റീവ് ആണെങ്കിൽ >0 ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. പഠിച്ചില്ലേ എല്ലാവരും? എളുപ്പമല്ലേ കോൺസെപ്റ്റുകൾ? സോ അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ, ചിലപ്പോൾ 1 മാർക്കിനോ, ഭാഗ്യമുണ്ടെങ്കിൽ 2 മാർക്ക് 3 മാർക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് എൻട്രോപ്പി എന്നുള്ളത്? മക്കളെ, മോളിക്യൂൾസിന്റെ ഫ്രീഡത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ടേം ആണ് എൻട്രോപ്പി. മോളിക്യൂൾസിന്റെ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള കഴിവിനെ കുറിച്ച് സംസാരിക്കുന്ന ടേം ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഡിസോർഡർ മെഷർ ചെയ്യുന്ന ടേം ആണ്. ഇപ്പോൾ ഒരു ക്ലാസ് റൂം നമ്മൾ നോക്കുക. ഒരു സാറ് ക്ലാസ് എടുക്കുന്ന സമയത്തോടെ നല്ല ഓർഡർ ഉണ്ടാവും. അതല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു PT പീരീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാറ് വരാത്ത ഒരു ഫ്രീ പീരീഡ് ആയിക്കോട്ടെ, ക്ലാസ്സിലെ അവസ്ഥ എന്തായിരിക്കും? ഫുൾ അലങ്കോലായിരിക്കൂലേ? അതാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ഇല്ലാത്ത അവസ്ഥ, ഡിസോർഡർ. നമ്മളെ ലൈഫിനെ പോലെ, നമ്മളെ പഠിത്തത്തിനെ പോലെ എൻട്രോപ്പി. സോ ഇവിടെ ഞാൻ ആ എൻട്രോപ്പി കുറയ്ക്കാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ എന്താണ് എൻട്രോപ്പി? മോളിക്യൂൾസിന്റെ ഫ്രീഡം ആണ്, ഡിസോർഡർ ആണ്, റാൻഡംനെസ് ആണ്. ഈ 3 വാക്കുകൾ നിങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് നമ്മൾ എൻട്രോപ്പി ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഒരു ക്ലാസ് റൂം നിങ്ങൾ നോക്കുക. ഒരു സാറ് പഠിപ്പിക്കുന്ന സമയം
സ്ട്രിക്റ്റ് ആയ സാറാണെങ്കിൽ അവിടെ ഫ്രീഡം കുറവായിരിക്കും. ഫ്രീഡം കുറവാണെങ്കിൽ അവിടെ എൻട്രോപ്പി കുറവായിരിക്കും. എടാ ക്ലാസ്സിന് പകരം ഗ്രൗണ്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ PT പീരീഡ് കളിക്കാൻ പോയ സമയമാണ്. എടാ അവിടെ ഫ്രീഡം ഉണ്ടാവൂലേ? ഫ്രീഡം എന്ന വാക്കിന്റെ മറ്റൊരു വാക്കാണ് എന്ത്? എൻട്രോപ്പി. ഫ്രീഡത്തിന്റെ ന്യൂജൻ അല്ലെങ്കിൽ ജെൻസി വാക്കാണ് എന്ത്? എൻട്രോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ? സോ എൻട്രോപ്പിയെ കുറിച്ച് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളത് ഗ്യാസ് മോളിക്യൂൾസിനാണ്. എവിടെയും സഞ്ചരിക്കാനുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം ഗ്യാസ് മോളിക്യൂൾസ്, വാതക തന്മാത്രകൾക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാതകം കഴിഞ്ഞാൽ, ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലോ ചെയ്യാൻ, ഒഴുകാനുള്ള കഴിവ് ആർക്കാണ്? ലിക്വിഡിനാണ്. പുഴ ഒഴുകും, നദി ഒഴുകും, അതുപോലെ തന്നെ കടൽ തിരമാലകൾ വരും. അപ്പോൾ ഈ ലിക്വിഡിനാണ് പിന്നെ ഫ്ലോ ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയും ചേർത്ത് ഫ്ലൂയിഡ് എന്ന് ഫിസിക്സിൽ നമ്മൾ പിടിക്കാൻ കാരണം. എടാ സോളിഡ്സിന് ഒഴുകാനുള്ള കഴിവ് വളരെ വളരെ കുറവാണ്. ഞാൻ ഒഴുകുന്നുണ്ടോ? എൻ്റെ ഫോൺ ഒഴുകുന്നുണ്ടോ? ഈ പേൻ ഒഴുകുന്നുണ്ടോ? ഒഴുകാനുള്ള കഴിവ് കുറവാണ്. സോ ഏറ്റവും കൂടുതൽ ആർക്കാണ് എൻട്രോപ്പി? ഗ്യാസ് മോളിക്യൂൾസിനാണ്. ഏതൊരു റിയാക്ഷനിലും ഗ്യാസ് മോളിക്യൂൾ ഉണ്ടായി എന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, എൻട്രോപ്പി അവിടെ കൂടി, എൻട്രോപ്പി അവിടെ പോസിറ്റീവായിട്ട് വന്നു. സോ എൻട്രോപ്പി അവിടെ കൂടി, എൻട്രോപ്പി അവിടെ പോസിറ്റീവായിട്ട് വന്നു. ഇപ്പോൾ സോളിഡ് ലിക്വിഡ് ആവുന്ന റിയാക്ഷൻ, അവിടെ എൻട്രോപ്പി കൂടുന്നു, എൻട്രോപ്പി അവിടെ പോസിറ്റീവായിട്ട് മാറുന്നു. എന്നാൽ ലിക്വിഡ് സോളിഡ് ആയി മാറുന്ന റിയാക്ഷനോ എൻട്രോപ്പി അവിടെ കുറവാണ്. സോളിഡ്സിന് മൂവ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്, എൻട്രോപ്പി അവിടെ നെഗറ്റീവാണ്, എൻട്രോപ്പി അവിടെ കുറയുന്നു. ഓക്കെ, ഏത് റിയാക്ഷൻ ആയാലും ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? എൻട്രോപ്പി അവിടെ കൂടുകയാണ് ചെയ്യുക കേട്ടോ. അത് മോളിക്യൂൾസിന് കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടും, മോളിക്യൂൾസ് അവിടെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഏത് റിയാക്ഷൻ ആയിക്കോട്ടെ, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ, നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന റിയാക്ഷൻ കണ്ടാൽ നിങ്ങൾ ഓർത്ത് വെക്കണം, അവിടെ എൻട്രോപ്പി നമ്മൾ കൂടുന്ന റിയാക്ഷനാണ്. സോ സോളിഡ് ആവുന്ന റിയാക്ഷൻ, ക്രിസ്റ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ, ഓക്കെ, സോളിഡ് ആവുന്ന റിയാക്ഷൻ, ക്രിസ്റ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ. ഓക്കെ, ചില കീവേഡുകൾ നമ്മൾ ഇങ്ങനെ കണ്ടുവെക്കാറുണ്ട്. ഈ റിയാക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്രിസ്റ്റലാകുന്ന റിയാക്ഷൻ, ക്രിസ്റ്റലൈസേഷൻ റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ആകുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ സോൾഡ് ആവുന്ന റിയാക്ഷൻ എന്താണ്? എൻട്രോപ്പി അവിടെ കുറയുന്ന റിയാക്ഷൻ ആണ്. ക്ലിയർ? നെക്സ്റ്റ്, ഇവിടെ അതിന്റെ കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റ് പറയുന്നുണ്ട്, യൂണിറ്റും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, എന്താണ് ഗിബ്സ് എനർജി അല്ലെങ്കിൽ എന്താണ് ഗിബ്സ് ഫ്രീ എനർജി അല്ലെങ്കിൽ എന്താണ് ഫ്രീ എനർജി? 3 പേരിൽ ഈ കാര്യം അറിയാറുണ്ട്. ഒരു സിസ്റ്റത്തിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആയ ഏത് സമയത്തും കിട്ടുന്ന എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ എനർജി. എടാ നമ്മൾ ലിക്വിഡ് മണി ഉണ്ടാവില്ലേ? എന്താ ലിക്വിഡ് മണി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെലവാക്കാൻ പറ്റിയ മണിയാണ്. അപ്പോൾ അക്കൗണ്ട് ചില സമയത്ത് എന്തെങ്കിലും ക്രെഡിറ്റ് ഡെബിറ്റ് എറർ വരാറുണ്ട്, ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്ത സമയം വരാറുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറേ സ്വത്ത്, ഭൂസ്വത്ത് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എടുത്ത് വിൽക്കാൻ വേണ്ടി പറ്റുമോ? ഗോൾഡ് എപ്പോഴും വിൽക്കാൻ വേണ്ടി പറ്റുമോ? പക്ഷെ ലിക്വിഡ് മണി നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പറ്റിയ പൈസ അല്ലേ? അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ എനർജി. ഫ്രീ ആയിട്ട് അവിടെ കിടക്കുന്ന എനർജി. വെറുതെ കിടന്നാൽ പോരാ, ആ എനർജി നമുക്ക് എന്തായിരിക്കണം? യൂസ്ഫുൾ വർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റണം. ആവശ്യമുള്ള ഉപകാരമുള്ള വർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റണം. എടാ ഗിബ്സ് എനർജി ΔG ആണ്. ΔH അവിടെ എൻതാൽപ്പി ആണ്, ടെമ്പറേച്ചർ T ആണ്, ΔS എന്താണ്? എൻട്രോപ്പിയാണ്. ഈ ഇക്വേഷൻ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഇക്വേഷനാണ്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവിടെ ഫ്രീ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ എനർജി. ഓക്കെ, ക്ലിയർ? സോ ഹെസസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഹെസസ് ലോ വളരെ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതിൻ്റെ കോൺസെപ്റ്റുകൾ ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഹെസസ് ലോയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 പ്രോബ്ലങ്ങളാണ് നമ്മൾ NCERT ബുക്കിൽ നമ്മൾ ചർച്ച ചെയ്ത് വെക്കുന്നത്. നമ്മൾ ആപ്പിൽ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ്, ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ്. വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോബ്ലം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ, സമയമെടുത്ത് നമുക്ക് മനസ്സിലാക്കി പോവാം. എടാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ആ വാക്ക് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. എടാ റിയാക്റ്റന്റ് മോളിക്യൂൾസ് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഇയാളെ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോണത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻതാൽപ്പി ഓഫ്
പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ് ആണ്. പ്രൊഡക്റ്റിന്റെ എനർജി അല്ലെങ്കിൽ എൻതാൽപ്പി മൈനസ് റിയാക്റ്റന്റിന്റെ എൻതാൽപ്പി. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1 മോള് ഫോം ചെയ്യാൻ വേണ്ട കണ്ടീഷനാണ്. ഇവിടെ CH4ന്റെ എനർജി അവർ പറയുന്നുണ്ട്, CO2ന്റെ എനർജി അവർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സിജന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ എനർജി അവർ പറയുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ. ആ റിയാക്ഷന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി നമ്മൾ കണ്ടുപിടിക്കണം. എടാ ഇവിടെ പറയുന്നത് ആരൊക്കെയാ? CH4നെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്, അതിന്റെ എനർജി അവിടെ പറയുന്നുണ്ട്. CO2നെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്, അതിന്റെ എനർജി അവിടെ പറയുന്നുണ്ട്. വാട്ടറിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്, അതിന്റെ എനർജി അവർ പറയുന്നുണ്ട്. ഇവിടെ അവർ ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ മീഥൈൻ എന്ന് പറയുന്ന ഗ്യാസ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കമ്പഷൻ നടക്കുന്നു, കത്തുന്നു. ആ റിയാക്ഷനാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട റിയാക്ഷനാണ് ഈ കമ്പഷൻ റിയാക്ഷൻ. എക്സാമിന് പല പ്രാവശ്യം വന്ന ചോദ്യമാണ് മീഥൈനെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. സോ മീഥേൻ ഗ്യാസ് 2 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും 2 വാട്ടറും അവിടെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. സോ ഈ റിയാക്ഷന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ് ആണ്. എടാ ഇവിടെ ആരൊക്കെയാ പ്രൊഡക്റ്റ്? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്റ്റ് ആണ്, അതുപോലെ തന്നെ അവിടെ H2O 2 H2O ഉണ്ട്, പ്രൊഡക്റ്റ് ആണ്. CH4 അവിടെ പ്രൊഡക്റ്റ് ആണ്. ശ്രദ്ധിക്കണേ, ഇവിടെ CO2ന്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ വാട്ടർ, ഇവിടെ 2 വാട്ടർ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. നമുക്ക് 2 വാട്ടർ 2 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ CH4ന്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ സമയം കളയുന്ന ഒരു ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH. അത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ, തന്ന ഡാറ്റയിൽ നിന്ന് CH3OHനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഫോർമേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ CH3OH ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കമ്പഷൻ റിയാക്ഷൻ തന്നെയാണ്, കത്തിക്കുന്ന റിയാക്ഷൻ ആണ്. എടാ ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഓക്സിജന്റെ പ്രസൻസിൽ കത്തിയാലും അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അവിടെ ഫോം ചെയ്യും. അത് ഏത് ഓർഗാനിക് കോമ്പൗണ്ട് ആയാലും അവിടെ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിയാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അവിടെ ഫോം ചെയ്യും. സോ ഇവിടെ ആ മീഥേൻ CH3OH റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ കാർബണും ഓക്സിജനും തമ്മിൽ ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് അവിടെ വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷനെ കുറിച്ചും അവരവിടെ സംസാരിച്ച് വെക്കുന്നുണ്ട്. എല്ലാവരുടെയും എനർജിയെ കുറിച്ച് അവർ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ആദ്യം എഴുതേണ്ട സ്റ്റെപ്പ് അവിടുത്തെ റിക്വേർഡ് ഇക്വേഷനാണ്. നമുക്കവിടെ വേണ്ടത് CH3OH ആണ്. എങ്ങനെ നമുക്ക് CH3OH ഫോം ചെയ്യാം എന്ന് നോക്കാം. കാർബണും 2 ഹൈഡ്രജനും ഹാഫ് ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ അവിടെ CH3OH ഫോം ചെയ്യും. ഈ റിയാക്ഷൻ എല്ലാവരും കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കണം. പുതിയൊരു റിയാക്ഷൻ ആണ് ഇത്. ഓർഗാനിക് കൂടി കഴിയുമ്പോഴേ കൂടുതൽ നമുക്ക് മനസ്സിലേക്കാവുള്ളൂ. കുറെ പേർക്ക് സംശയം ഉണ്ടാവും, സർ എനിക്ക് എങ്ങനെ ഈ റിയാക്ഷൻ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും? ഇതൊക്കെ നമ്മൾ ഓർഗാനിക്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എടാ ഫൈനൽ എക്സാം എഴുതുമ്പോൾ നമ്മളിതൊക്കെ പഠിച്ചിട്ടല്ലേ എഴുതുക. സോ ഇവിടെ കാർബണും 2 ഹൈഡ്രജനും ഹാഫ് ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ CH3OH ഫോം ചെയ്യും. നമ്മൾ തന്ന ഓരോ ഇക്വേഷനും അതുപോലെ അങ്ങ് എഴുതി വെച്ചു. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ഇക്വേഷൻ 1, 2, 3 എന്ന് എഴുതി വെച്ചു. എടാ നമുക്ക് വേണ്ടത് CH3OH ഫോം ചെയ്യുന്ന റിയാക്ഷനാണ്. ഇവിടെ തന്ന റിയാക്ഷൻ എന്താണ്? അത് കത്തുന്ന റിയാക്ഷനാണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? അത് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് വേണ്ടത്. തിരിച്ചുള്ള റിയാക്ഷനെ റിവേഴ്സ് ചെയ്യണം. നമുക്ക് വേണ്ടത് ഇയാൾ അവിടെ റിയാക്റ്റന്റ് അല്ല, പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന റിയാക്ഷനാണ്. സോ ഒന്നാമത്തെ ആ റിയാക്ഷനെ ഞാൻ റിവേഴ്സ് ചെയ്തു. എടാ അവിടെ ഉണ്ടാകുന്ന മൈനസ് വാല്യൂ എന്തായിട്ട് മാറി? ഇപ്പൊ പ്ലസ് ആയിട്ട് മാറി. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് ആര് വന്നു? CH3OH വന്നു. ഈ ഇക്വേഷനിൽ നമുക്ക് 2 വാട്ടർ ഉണ്ട്, എന്നാൽ മൂന്നാമത്തെ ഇക്വേഷനിൽ എന്തേ ഫോം ചെയ്യുന്നുള്ളൂ? 1 വാട്ടറേ ഫോം ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ആ ഇക്വേഷൻസ് നമ്മൾ 2, 4, 5 ഇക്വേഷനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതാ ഇങ്ങനെ ഇക്വേഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈഡ് അപ്പുറത്തെ സൈഡ് 2 സൈഡാക്കി നിങ്ങൾ തിരിക്കുക. ആരോ മാർക്കിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. എടാ ഇവിടെയും CO2 ഉണ്ട്, ഇവിടെയും CO2 ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഈ 2 CO2നെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എടാ ഇവിടെയും വാട്ടർ ഉണ്ട്, ഇവിടെയും വാട്ടർ ഉണ്ട്, ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു O2 ഉണ്ട്, ഇവിടെ O2, 2 O2 ഉണ്ട്. 2 O2ൽ നിന്ന് 3/2 O2 നിങ്ങൾ മൈനസ് ചെയ്യുക. 3/2 O2 എന്ന് പറഞ്ഞാൽ 1.5 O2 ആണ്.
ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു O2 ഉണ്ട്, ഇവിടെ ഒരു O2. സോ 2 O2 നിങ്ങൾ ആരാ മൈനസ് ചെയ്യേണ്ടത്? 3/2 O2 നിങ്ങൾ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 1.5 O2 നിങ്ങൾ മൈനസ് ചെയ്യണം. അത് 0.5 O2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഹാഫ് O2 എന്ന് കിട്ടും. ഇനി ആരൊക്കെ അവിടെ ബാക്കിയുള്ളത്? കാർബൺ ഉണ്ട്, എഴുതി വെച്ചു. 2 ഹൈഡ്രജൻ ഉണ്ട്, എഴുതി വെച്ചു. ഹാഫ് O2 ഉണ്ട്, അവിടെ ആര് ഫോം ചെയ്യും? CH3OH ഫോം ചെയ്യും. എടാ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? ആ 3 തന്ന ഇക്വേഷൻ എഴുതി വെച്ചു. നമുക്ക് ഇയാൾ ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് വേണ്ടത്. റിയാക്ഷനെ റിവേഴ്സ് ചെയ്തു. ഈ ഇക്വേഷനിൽ 2 വാട്ടർ ഉണ്ട്, ഇവിടെ ഒരു വാട്ടറേ ഉള്ളൂ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ റിവേഴ്സ് ചെയ്ത റിയാക്ഷൻ എന്തിനാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത്? നമുക്ക് CH3OH ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെയോ എന്തിനാ ഇവിടെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം? നമുക്കിവിടെ 2 വാട്ടറിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പുതുതായിട്ടുണ്ടാകുന്ന 4ാമത്തെയും 5ാമത്തെയും ഇക്വേഷനും 2ാമത്തെ ഇക്വേഷനും ചേർത്ത് നമ്മൾ എഴുതുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുമിച്ച് എഴുതേണ്ട കാര്യമാണ്. എടാ CO2 2 സൈഡും ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ഇവിടെ വാട്ടർ 2 സൈഡും ഓപ്പോസിറ്റ് ആരോ മാർക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. നമ്മൾ ഇവരൊക്കെ കൂട്ടാൻ വേണ്ടി പോവാ. ഇതൊരു ഗ്യാങ്, ഇതൊരു ഗ്യാങ്. ഓക്കെ, നമ്മൾ ഇവർ ആഡ് ചെയ്യുമ്പോൾ ആരോ മാർക്കിന്റെ ഈ സൈഡ് ഒരു ഗ്യാങ് ആണ്, ഈ സൈഡ് ഒരു ഗ്യാങ് ആണ്. സെയിം ആൾക്കാരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇയാളെ വെട്ടി, 2H2 വെട്ടി. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, സോ 2 O2 മൈനസ് 3/2 O2. 3/2 O2 എന്ന് പറഞ്ഞാൽ 1.5 O2 ആണ്. സോ അവിടെ ഹാഫ് O2 ബാക്കി ഉണ്ടാവും. ഈ റിയാക്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഈ വാല്യൂ. സോ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കോൺസെപ്റ്റുകളെല്ലാം. ക്ലിയർ? ഓക്കെ എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ എക്സാമിന് എന്തായാലും ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷനാണ് പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വിലിബ്രിയത്തിൽ മാത്രം വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതൊരിക്കലും കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അവിടെ എന്തായി മാറും? റിവേഴ്സ് ആയി മാറും. ഒരു ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതവിടെ പവർ ആയിട്ട് മാറും. ഓക്കെ, ഒരു റിയാക്ഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് മാറും. ക്ലിയർ? സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻ എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവാനായി. എടാ Kc അല്ലെങ്കിൽ K എന്താണ്? പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് ആണ്. Kcയുടെ വാല്യൂ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് കൂടുതലാണ്. സോ പ്രൊഡക്റ്റ് കൂടുതലാണെങ്കിൽ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവാനായി. Kcയുടെ വാല്യൂ കുറവാണെങ്കിലോ അവിടെ പ്രൊഡക്റ്റ് കുറവാണ്, റിയാക്റ്റന്റ് ആണ് അവിടെ കൂടുതൽ. ഡിനോമിനേറ്റർ വലുതാകുമ്പോൾ ചെറിയ വാല്യൂ ഉണ്ടാവുക. ശ്രദ്ധിക്കണേ. എടാ Kcയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്താ അർത്ഥം? ന്യൂമറേറ്റർ അവിടെ വലുതാണ്, പ്രൊഡക്റ്റ് അവിടെ വലുതാണ്. പ്രൊഡക്റ്റ് വലുതാണെങ്കിൽ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായി. ഇനി അവിടെ Kcയുടെ വാല്യൂ ചെറുതാണെങ്കിൽ അവിടെ ഡിനോമിനേറ്റർ വലുത്, റിയാക്റ്റന്റ് അവിടെ വലുത്. റിയാക്റ്റന്റ് വലുതാണെങ്കിൽ റിയാക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ റിയാക്ഷന്റെ ഫീസിബിലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റെന്റ് നമുക്ക് അവിടെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എടാ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് Kc അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം അല്ലാത്ത കണ്ടീഷനിൽ ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോഴേ എന്തുണ്ടാവില്ല? ഇക്വിലിബ്രിയം ഉണ്ടാവില്ല. ഇപ്പോൾ നൈട്രജനും ഹൈഡ്രജനും ഫസ്റ്റ് അവർ റിയാക്ട് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. കുറേ സമയം കഴിയുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുക? അമോണിയ ഫോം ചെയ്യുക. ഇങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പുള്ള സമയത്ത് പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേര് റിയാക്ഷൻ കോയിഷ്യന്റ് അല്ലെങ്കിൽ Q ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം ആകുന്നതിന് മുമ്പോ ആയതിനു ശേഷമോ ഉള്ള പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് റേഷ്യോനെ വിളിക്കുന്ന പേര് QC എന്നാണ്. അത് ഇക്വിലിബ്രിയം ആണെങ്കിൽ ആ QCയെ നമ്മൾ വിളിക്കുന്നത് സ്പെഷ്യൽ പേരാണ് QC. ശ്രദ്ധിക്കണേ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് റേഷ്യോനെ വിളിക്കുന്ന പേര് QC അല്ലെങ്കിൽ റിയാക്ഷൻ കോയിഷ്യന്റ് ആണ്. അത് ഇക്വിലിബ്രിയം ആണെങ്കിൽ ആ QCക്ക് ഒരു പുതിയ പേര് വരും, അത് Kc ആണ്. ശ്രദ്ധിക്കണേ, എടാ ക്യൂവിന്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. വലിയ ക്യൂ ആണെങ്കിൽ നിങ്ങൾ പുറകിലേക്കല്ലേ പോവാ. സോ ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ നടക്കും. എടാ ക്യൂ ചെറുതാണെങ്കിൽ, ചെറിയ ക്യൂ ആണെങ്കിൽ നിങ്ങൾ മുമ്പിലേക്ക് എത്തൂലേ വേഗം. സോ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അതുപോലെ തന്നെ അവിടെ കോൺസെൻട്രേഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അവിടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? സോ Kp-Kc റിലേഷൻഷിപ്പ് എന്തായാലും ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. Kp എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറ്റ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ പ്രഷർ. Kc എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ഒന്നും എഴുതണ്ട. ഡെൽറ്റ T ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റ് ആൻഡ് റിയാക്റ്റന്റ് ആണ്. ഡെൽറ്റ N
ഡെൽറ്റ എൻ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗ്യാസസ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ആണ്. ടി എന്താണ് അവിടെ? ടെമ്പറേച്ചർ ആണ്. ക്ലിയർ? സോ എന്താണ് ലേഷാഡ്ലർ പ്രിൻസിപ്പിൾ? എക്സാമിന് എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ലേഷാഡ്ലർ പ്രിൻസിപ്പിൾ. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടെ പ്രഷറിലോ ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ നമ്മൾ വ്യത്യാസം വരുത്താൻ ശ്രമിച്ചാലും സിസ്റ്റം അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മളവിടെ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ സിസ്റ്റം അതിനെ പ്രതിരോധിക്കാൻ, റെസിസ്റ്റ് ചെയ്യാൻ, മറികടക്കാൻ ശ്രമിക്കുമെന്നാണ്. ക്ലിയർ? സോ ഇവിടെ ഒരു റിയാക്ഷൻ അവർ പറയുന്നുണ്ട്. ഈ റിയാക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന റിയാക്ഷൻ ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന, പല പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിച്ചു വെച്ചോ. കാരണം നമുക്ക് ഇക്വിലിബ്രിയത്തിൽ 2-3 റിയാക്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ എപ്പോഴും വരുന്ന എക്സാമ്പിൾ അമോണിയയുടെ പ്രിപ്പറേഷൻ ആണ്, ഹേബർ പ്രോസസ് ആണ്. സോ ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷനിൽ അവിടെ ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും റിമൂവൽ ഓഫ് അമോണിയ, കോൺസെൻട്രേഷൻ അവർ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഞാൻ ആ റിയാക്ഷൻ എഴുതി. പ്രഷറിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയാണോ മോളുകളുടെ എണ്ണം കുറയുന്നത് അവിടേക്കുള്ള റിയാക്ഷന്റെ വേഗത വർദ്ധിക്കും. എവിടെയാണോ മോളുകളുടെ എണ്ണം കുറയുന്നത് അവിടേക്കുള്ള റിയാക്ഷന്റെ വേഗത വർദ്ധിക്കും. എടാ, ഇവിടെ ഒരു നൈട്രജൻ ഗ്യാസ്, ഇവിടെ 3 ഹൈഡ്രജൻ ഗ്യാസ്. സോ 4 മോൾ അവിടെ ഉണ്ട്, 4 മോൾ ഗ്യാസ് അവിടെ ഉണ്ട്. ഇവിടെ 2 മോൾ അമോണിയാണ്. സോ എവിടെയാണോ മോളുകളുടെ എണ്ണം കുറയുന്നത് അവിടേക്കുള്ള സ്പീഡ് വർദ്ധിക്കും. എടാ, ഇവിടെ നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ ഫോർവേഡ് റിയാക്ഷനാ കൂടുക. എന്താ കാരണം? അവിടെയാണ് മോളുകളുടെ എണ്ണം കുറയുന്നത്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ അവിടെ കൂടും. ഓക്കെ, പുരോപ്രവർത്തന വേഗത അവിടെ കൂടും. കാരണം മർദ്ദം നമ്മൾ കൂട്ടുന്ന സമയത്ത് എവിടെയാണോ മോളുകളുടെ എണ്ണം കുറയുന്നത് അവിടേക്കുള്ള വേഗത അവിടെ വർദ്ധിക്കും. ക്ലിയർ? ഇനി നമ്മൾ ടെമ്പറേച്ചറിലേക്ക് വരാം. എടാ, ഈ റിയാക്ഷൻ അവിടെ വൃത്തിക്ക് അവർ പറയുന്നത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അവർക്ക് ടെമ്പറേച്ചർ വേണ്ട, ടെമ്പറേച്ചറിനെ പുറത്തേക്ക് കളയുന്ന റിയാക്ഷനാണ്. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചറിനെ പുറത്തേക്ക് കളയുന്ന റിയാക്ഷനാണ്. ആ സമയത്ത് നമ്മളെങ്ങാനും ടെമ്പറേച്ചർ അവിടെ കൂട്ടാൻ പോയാൽ ആ റിയാക്ഷൻ അത് ദോഷമായിട്ട് ബാധിക്കും. എടാ, ഒരു ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കി, അത് ഫ്രിഡ്ജിലാ വെക്കേണ്ടത്, അടുപ്പത്ത് വെക്കാൻ പറ്റുമോ? അതേ കണ്ടീഷനാണ് ഇവിടെയും. ഇവർക്ക് തണുപ്പാണ് വേണ്ടത്, ചൂട് വേണ്ട. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഉള്ള ചൂടിനെ പുറത്തേക്ക് കളയുന്ന റിയാക്ഷനാ എക്സോതെർമിക്. എക്സോസ്റ്റ്, എക്സിറ്റ്, പുറത്തേക്ക് എന്നുള്ള അർത്ഥം. നിങ്ങൾ തിയേറ്ററൊക്കെ കാണൂലേ? സോ ഉള്ള ചൂടിനെ പുറത്തേക്ക് കളയുന്ന റിയാക്ഷനാ എക്സോതെർമിക് ആണ്, എക്സിറ്റ് ആണ്. സോ ഇവർക്ക് ഹീറ്റ് വേണ്ട. ഹീറ്റ് കൂട്ടിയാൽ ആ റിയാക്ഷൻ അത് ദോഷമായിട്ട് ബാധിക്കും. ഫോർവേഡ് റിയാക്ഷൻ അവിടെ കുറയും. അതാ കോൺസെൻട്രേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ അമോണിയ റിമൂവ് ചെയ്തു. അപ്പൊ എന്താ അതിനർത്ഥം? അവിടെ പ്രൊഡക്റ്റ് ഇല്ല. പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. അത് റിയാക്ടന്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ അവിടെ സംഭവിക്കും. സോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കുറച്ചാലോ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഇനി പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിയാലോ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ വർദ്ധിക്കാൻ കാരണമാവും. കാരണം എന്താണോ കൂടുതൽ അത് കുറയ്ക്കാൻ അവർ നോക്കും. റിയാക്ടന്റ് കൂടിയാൽ അത് കുറയ്ക്കാൻ വേണ്ടി അവർ ഫോർവേഡ് റിയാക്ഷൻ നടത്തും. ഇനി പ്രൊഡക്റ്റ് കൂടിയാലോ അത് കുറയ്ക്കാൻ വേണ്ടി അവർ ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തും. അമോണിയ റിമൂവ് ചെയ്താൽ അവിടെ പ്രൊഡക്റ്റ് ഇല്ല. സോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അവർ നോക്കും, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, ക്ലിയർ? സോ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എടാ, കോൺജുഗേറ്റഡ് ആസിഡും ബേസും തമ്മിൽ കാണിക്കുന്ന വ്യത്യാസം, ഒരു പ്രീവിയസ് ചോദ്യം ഇതായിരുന്നു. H+ അയോൺസിന്റെ വ്യത്യാസം അവർ കാണിക്കും. ആർക്കാണ് H+ അയോൺസിനെ കിട്ടുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേര് കോൺജുഗേറ്റഡ് ആസിഡ് ആണ്. ആർക്കാണോ H+ അയോൺസിനെ നഷ്ടമാകുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേര് കോൺജുഗേറ്റഡ് ബേസ് ആണ്. പല എക്സാമ്പിൾസ് അവിടെ ഉണ്ട്. വാട്ടറിന്റെ എക്സാമ്പിൾസ് ഉണ്ട്, അമോണിയ എക്സാമ്പിൾസ് ഉണ്ട്, അമോണിയ പ്ലസ് HCl എക്സാമ്പിൾസ് ഉണ്ട്. സോ HCl എന്ന് പറയുന്ന ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് H+ഉം Cl- ആണ്. എടാ, ഇവിടെ Cl- ആരെ നഷ്ടപ്പെട്ടു? H+നെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ അവരെ വിളിക്കുന്ന പേര് കോൺജുഗേറ്റഡ് ബേസ് ആണ്. ഇവിടെ HF എന്ന് പറയുന്ന ആൾക്ക് ആരെ നഷ്ടപ്പെട്ടു? ഫ്ലൂറിനെ H+ അയോൺസിനെ നഷ്ടപ്പെട്ടു. കോൺജുഗേറ്റഡ് ബേസ് ആണ്. ക്ലിയർ? pH എന്താന്നുള്ള ചോദ്യം എക്സാമിന് എന്തായാലും ചോദിക്കുന്ന കോൺസെപ്റ്റ് ആണ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു റിയാക്ഷൻ നമ്മൾ തന്നു, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമുക്ക് തന്നു.
ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺ നമ്മൾ എടുക്കുക, അതിൻ്റെ ലോഗ് നമ്മൾ കാണുക, അതിൻ്റെ നെഗറ്റീവ് കാണുക. അതാണ് നമ്മൾ pH ആയിട്ട് പറയുന്നത്. ഒരു സൊല്യൂഷൻ തന്നു, അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺ നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ ലോഗ് കണ്ടു, അതിൻ്റെ നെഗറ്റീവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടുന്ന് പ്രോബ്ലം എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺസ് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 3 × 10⁻³ ആണ്. സോ ആദ്യം നമ്മൾ എഴുതേണ്ടത് pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. ക്വസ്റ്റ്യനിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എത്രയാ, 3 × 10⁻³ എടാ ഇവിടെ ഇൻറ്റു അല്ലേ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ആ മൈനസിന് അങ്ങ് പുറത്തേക്ക് എടുത്ത് വെക്കുക. ഓക്കെ, എടാ ലോഗ് a × b ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ലോഗ് a പ്ലസ് ലോഗ് b ആണ്. എങ്ങനെയാണ്? ലോഗ് a പ്ലസ് ലോഗ് b ആണ്. സോ ഇയാൾ ഇങ്ങനെ മാറ്റി എഴുതാം, ലോഗ് 3 പ്ലസ് ലോഗ് 10⁻³ അതാ ലോഗ് ഇൻറ്റു ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ലോഗ് a പ്ലസ് ലോഗ് b ആണ്. ഇനി ലോഗ് 10⁻x വാല്യൂ x ആണ്. അങ്ങനെയാണെങ്കിൽ ലോഗ് 10⁻3 വാല്യൂ എത്രയാണ്? 3 ആണ്. ലോഗ് 10⁻−x വാല്യൂ -x ആണ്. ലോഗ് 10⁻−3 വാല്യൂ -3 ആണ്. സോ ഇവിടെ നിങ്ങൾ ഇയാളെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ലോഗ് 3 വാല്യൂ കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടും 0.4771. ഞാൻ ബൈഹാർട്ട് പഠിച്ചതാണ്, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. എടാ ലോഗ് 10⁻³ എന്ന് പറഞ്ഞാൽ അതെന്താണ്? -3 ആണ്. ലോഗ് 10⁻⁴ ആരാണോ അത് അങ്ങനെ എഴുതിയാൽ മതി. ലോഗ് 10⁻x ആണെങ്കിൽ അത് x ആണ്, ലോഗ് 10⁻3 ആണെങ്കിൽ 3 ആണ്, ലോഗ് 10⁻−x ആണെങ്കിൽ അത് -x ആണ്, ലോഗ് 10⁻−3 ആണെങ്കിൽ അത് -3 ആണ്. സോ ഇവിടെ -3. എടാ പുറത്തുള്ള ഈ മൈനസിന് നേരെ ഉള്ളിലേക്ക് അങ്ങ് എടുക്കുക. എന്തായിട്ട് മാറും അത്? നേരെ 3 - 0.4771 എന്ന് വരും. സോ ആൻസർ ഏകദേശം 2.5 സംതിങ്ങിലേക്ക് വരും. ഓക്കെ, എടാ pH കുറവാണെങ്കിൽ അതെന്താണ്? അസിഡിക് ആണ്. യെസ്, ബഫർ സൊല്യൂഷൻ കോമൺ അയൺ ഇഫക്റ്റ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എടാ ബഫർ സൊല്യൂഷൻ ഒന്നുമില്ല, നമ്മൾ ആസിഡോ ബേസോ ആഡ് ചെയ്താലും അല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്താലും pHൽ വ്യത്യാസം വരാത്ത ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. എക്സാമ്പിൾ സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ കോമൺ അയൺ ഇഫക്റ്റ് എന്താണെന്നുള്ളത്. കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന റിയാക്ഷനാണ്. ഇപ്പോൾ CH3COH എന്ന് പറയുന്ന ആളുടെ ഡിസോസിയേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് കോമൺ അയൺ ഇഫക്റ്റിൽ നമുക്ക് വരുന്ന കാര്യം. ഓക്കെ, ബഫർ സൊല്യൂഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ സഹിതം നിങ്ങൾ പഠിക്കണം. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബഫർ സൊല്യൂഷൻ ആണ്. പല പ്രാവശ്യം വന്ന ചോദ്യമാണ്, എന്തായാലും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബഫർ സൊല്യൂഷൻ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ഈ ചാപ്റ്ററിന് മുഴുവൻ മാർക്കുകൾ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. പ്രോബ്ലം ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഗിവൺ ഡാറ്റ നിങ്ങൾ എഴുതി വെക്കണം. വൃത്തിക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ആൻസറും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. സോ ഓൾ ദ ബെസ്റ്റ്.